യോഗ വ്യക്തിപരമായ ജീവിതത്തിൽ എന്ത് മാറ്റം വ്യക്തിപരമായ ജീവിതത്തിൽ ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ചസ് ആണ് വരുത്തിയിട്ടുള്ളത്. പറയാൻ കഴിയുന്നത് എന്തൊക്കെയാണ്? എന്നുവെച്ചാൽ ചെറുപ്പം മുതൽ ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ഫാമിലിയാണ് ജനിച്ചു വളർന്നത്. പക്ഷേ ചെറുപ്പം മുതൽ എനിക്ക് നല്ല ഈശ്വരവിശ്വാസമുള്ള കൂട്ടത്തിലാണ്. അപ്പം ശരിക്കും ഞാൻ ആദ്യം തുടങ്ങിയത് ഭക്തിയോഗയിലാണെന്ന് പറയാം. ആ ഒരു ഭക്തിയോഗയെന്ന് വന്നിട്ട് പിന്നെ ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് എൻ്റെ കർമ്മമാർഗ്ഗമായിരുന്നു. അതിൽ ഞാൻ കർമ്മയോഗ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞത് ഞാൻ ഈ കോഴ്സിന് പോയി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ജോലി പഠിപ്പിക്കുക എന്നുള്ള, എൻ്റെ മുന്നിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ എൻ്റെ മക്കളായി കണ്ടുകൊണ്ട് ആത്മാർത്ഥമായി പഠിപ്പിക്കുക എന്നുള്ള ജോലി ഞാൻ എപ്പോഴും ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുള്ള ആളുമാണ്, ജോലി ചെയ്ത കാലം വരെ ചെയ്തിട്ടുള്ള ആളുമാണ്. അപ്പോൾ ഭക്തിയോഗയായി, കർമ്മയോഗയായി. പിന്നെ ഈ യോഗ കോഴ്സസിലേക്ക് പഠിക്കാൻ പോയപ്പോഴാണ് ആസനാസ് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ, പിന്നെ മെഡിറ്റേഷൻ, എങ്ങനെ മനസ്സിനെ കാം ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ, രാജയോഗയുടെ ഘട്ടങ്ങളിലേക്ക് വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ വേദാന്ത, ഭഗവത്ഗീത, ഇതൊക്കെ നമുക്ക് തിയറി പഠിക്കാനുണ്ട്. വേദാന്തയും ഭഗവത്ഗീതയൊക്കെ പഠിച്ചു തുടങ്ങിയപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ടത് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ അതിൽ. പക്ഷെ പഠിച്ചു തുടങ്ങിയപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്ന് തോന്നി. അപ്പം എന്നെ പഠിപ്പിച്ച അധ്യാപകരോട് തന്നെ ഞാനന്ന് ചോദിച്ചു, ഇത് കൂടുതൽ പഠിക്കാൻ എനിക്ക് എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഭഗവത്ഗീത എന്നെ പഠിപ്പിച്ച ഒരു സ്വാമി തന്മയ എന്ന് പറഞ്ഞിട്ടൊരു സ്വാമിനിയാണ് പഠിപ്പിച്ചത്. സ്വാമിനി പറഞ്ഞു, നമ്മുടെ ദയാനന്ദ സരസ്വതിയുടെ ആശ്രമമുണ്ടല്ലോ ഋഷികേശിൽ, അപ്പം അവിടുത്തെ ഒരു കൂട്ടം അധ്യാപകർ ചേർന്നിട്ട് ഓൺലൈനിൽ സൗജന്യമായിട്ട് ഭഗവത്ഗീത ക്ലാസ്സുകളും അതുപോലെ തന്നെ വേദാന്തത്തിൽ നമ്മൾ ഉപനിഷത്തൊക്കെ പഠിക്കുന്നതിന് മുമ്പ് പഠിക്കേണ്ട കുറച്ച് പ്രകരണ ഗ്രന്ഥങ്ങളുണ്ട്, ഇതിൻ്റെ ക്ലാസ്സും ഒക്കെ എടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം, ഞാൻ നമ്പർ തരാം. ശിഷ്യർ തന്നെ പഠിക്കണം എന്ന് വെച്ചാൽ സാധകൻ ആവശ്യപ്പെടണം, എനിക്കത് പഠിക്കണം, എന്നെ ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യണം. അതുകൊണ്ട് സ്വന്തമായിട്ട് ആവശ്യപ്പെട്ടാലേ ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുള്ളൂ. ഞാൻ നമ്പർ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചു, ആ ഗ്രൂപ്പുകളിൽ ആഡായി. ഇപ്പം ആത്മബോധയും തത്വബോധയും പ്രകരണ ഗ്രന്ഥങ്ങൾ അവരുടെ കൂടെ കംപ്ലീറ്റ് ചെയ്തു. ഭഗവത്ഗീത ക്ലാസ്സുകൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. അത് ഒരു മിനിമം 4 വർഷമെങ്കിലും എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പഠിച്ചു തീർക്കാനായിട്ട്. പിന്നെ തിങ്കളും വ്യാഴവും വൈകുന്നേരങ്ങളിൽ എല്ലാ ദിവസവും ഭഗവത്ഗീത ചാൻഡിങ് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആ പഠനങ്ങൾ ഇതിൻ്റെ കൂടെ തുടർന്ന് പോകുന്നുണ്ട്. വ്യക്തി ജീവിതത്തിലുണ്ടായ മാറ്റം എന്ന് പറയുന്നത്, ഞാനൊരു സാധാരണ വ്യക്തിയായിരുന്നു. സാധാരണ വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ സ്ത്രീയായിരുന്നു. ഈ പറയുന്ന ദേഷ്യവും പെട്ടെന്ന് ദേഷ്യം വരുവും ഒക്കെ ചെയ്യുന്ന അങ്ങനെയൊക്കെയുള്ള പ്രകൃതം ഉണ്ടായിരുന്നു. കുശുമ്പ്, കുന്നായ്മ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഈ പറയുന്ന പഠനങ്ങളിലേക്ക് വന്നപ്പോൾ നമുക്ക് മനസ്സിനെ നമ്മുടെ വരുതിയിലേക്ക് വരുത്താം. നമ്മുടെ വരുതിയിലേക്ക് എന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുന്ന ഒരു ശാന്തത മനസ്സിലും മൊത്തത്തിൽ ജീവിതത്തിലും നമ്മുടെ പ്രവൃത്തികളിലും മറ്റുള്ളവരോട് ഇടപഴകുന്നതിൽ, അതായത് വ്യക്തി ജീവിതത്തിലും എൻ്റെ സാമൂഹ്യ ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ യോഗയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം പറ്റിയിട്ടുണ്ട്. എന്നുവെച്ചാൽ എനിക്ക് എന്നെ തന്നെ ഒരുപാട് വ്യത്യാസമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ.